അശ്വമേധം 6.0 ക്യാമ്പയിന് തുടക്കമായി. തഴവയിലാണ് ക്യാമ്പയിൻ ആരംഭിച്ചത്. കുഷ്ഠരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനാണ് അശ്വമേധം 6.0. തഴവ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് അശ്വമേധം 6.0 ക്യാമ്പയിൻ ആരംഭിച്ചത്. പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ നിർവഹിച്ചു. ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ കുഷ്ഠവന്ന രോഗം നിർമ്മാർജ്ജനം ചെയ്തിട്ട് ഇപ്പോൾ സർക്കാർ പറയുന്നത് എല്ലാ വീടുകളിലും ചെന്ന് തൊഴിൽപ്പെട്ട രോഗങ്ങൾ പരിശോധിച്ച് ആവശ്യമായ പ്രിക്കോഷൻ നടത്തണം എന്നാണ് സർക്കാർ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് നമ്മുടെ ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ തുടർന്ന് പ്രതിജ്ഞാവാചകം ചൊല്ലി. ആരംഭത്തിലെ ചികിത്സ നേടിയാൽ ഈ രോഗം പൂർണ്ണമായി ഭേദമാക്കാൻ കഴിയുമെന്നും എനിക്കറിയാം. കുഷ്ഠരോഗം ബാധിച്ചവരോട് വിവേചനം കാണിക്കില്ലെന്നും ദേഹപരിശോധന നടത്തി എനിക്ക് കുഷ്ഠരോഗം ഇല്ല എന്ന് ഉറപ്പാക്കുമെന്നും ഇതിനായി അശ്വമേധം ക്യാമ്പയിനോട് തഴവ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും അശ്വമേധം പ്രചാരണ റാലിയും നടത്തി. തെക്കുമുറി കിഴക്ക് വാർഡ് 15 വലിയകുളങ്ങര വീട്ടിലായിരുന്നു ആദ്യ ഭവന സന്ദർശനം. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സബർബ സത്താർ ലോട്ടസ് വിഷയം അവതരിപ്പിച്ചു. എല്ലാ ഭവനങ്ങളും ചെന്ന് ഈ സ്റ്റാഫുകൾ സന്ദർശിച്ച് ഏതെങ്കിലും പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളത് അവർ വന്ന് നോക്കും. അതായത് തൊലിപ്പുറത്തുള്ള എന്തെങ്കിലും ലീഷൻസോ കാര്യങ്ങളാണ് അവർ വന്ന് നോക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ഇനാഗ്രേഷൻ നമ്മളുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇന്ന് ഇനാഗ്രേഷൻ ചെയ്യുന്നുണ്ട്. UDF പാർലമെന്ററി പാർട്ടി ലീഡർ ത്രിദീപ് കുമാർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ അമ്പിളിക്കുട്ടൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജോർജ് കുട്ടി, PHN സുലേഖ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ, MLSPമാർ, ആശാപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഫെബ്രുവരി 12 വരെയാണ് ക്യാമ്പയിൻ നടക്കുന്നത്. നമുക്കറിയാം, നമ്മൾ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ആയെന്നുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു അറിവ് നമ്മൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കുഷ്ഠരോഗം വീണ്ടും നിലനിൽക്കുന്നുള്ള ഗവൺമെൻറ്റിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതിൽ കയറി ഒരു സർവേ നടത്തി ഇതുണ്ടോ ഇല്ലെന്ന് പരിശോധിച്ച് പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്യുന്നുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഈ ക്യാമ്പ്. ന്യൂസ് ബ്യൂറോ, തഴവ.